ശബരിമല ദർശനത്തിൽ തനിക്ക് യാതൊരു പശ്ചാത്താപവുമില്ലെന്ന് കനകദുർഗ. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ താൻ ആരോടും യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരോടും മാപ്പ് പറയില്ലെന്നും കനകദുർഗ പറഞ്ഞു. ഇവർക്ക് വീട്ടിൽ പ്രവേശിക്കണമെങ്കിൽ പരസ്യമായി അയ്യപ്പ ഭക്തരോട് മാപ്പ് പറയണമെന്ന് സഹോദരൻ ഭരത് ഭൂഷൺ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം കോടതി ഉത്തരവോടെയാകും താൻ ഇനി വീട്ടിൽ കയറുക എന്നും കനകദുർഗ കൂട്ടിച്ചേർത്തു. ലക്ഷക്കണക്കിന് ഭക്തരുടെ വിശ്വാസവും ആചാരവും ലംഘിച്ച് ശബരിമല ദർശനം നടത്തിയ കനകദുർഗ അയ്യപ്പ ഭക്തരോട് മാപ്പ് പറയണമെന്ന് സഹോദരൻ ഭരത് ഭൂഷൺ ആവശ്യപ്പെട്ടിരുന്നു. അല്ലാത്ത പക്ഷം വീട്ടിൽ കയറാൻ അനുവദിക്കില്ലെന്നും സഹോദരൻ പറഞ്ഞിരുന്നു. ഇതിനു മറുപടിയായാണ് കനകദുർഗയുടെ പ്രതികരണം. തന്റെ ശബരിമല ദർശനത്തിൽ തെല്ലും പശ്ചാത്താപം ഇല്ല. താൻ ആരോടും മാപ്പ് പറയേണ്ട കാര്യമില്ല. വാക്കാലോ പ്രവൃത്തിയാലോ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സഹോദരനും ഭർത്താവിനും ആർക്കും താൻ വീട്ടിൽ കയറുന്നത് തടയാൻ അവകാശമില്ലെന്നും കനകദുർഗ കൂട്ടിച്ചേർത്തു. എന്നെ പുറത്താക്കിയതിൽ ഭർത്താവ് കൃഷ്ണനുണ്ണിക്ക് ഒരു പങ്കുണ്ട്. കോടതി ഉത്തരവ് പ്രകാരമായിരിക്കും താൻ ഇനി വീട്ടിൽ കയറുകയെന്നും കനകദുർഗ കൂട്ടിച്ചേർത്തു. കുടുംബം വീട്ടിൽ കയറ്റാത്തതിനെ തുടർന്ന് സർക്കാരിന്റെ അഗതി മന്ദിരത്തിലാണ് കനകദുർഗ ഇപ്പോൾ താമസിക്കുന്നത്. കനത്ത പോലീസ് കാവലിൽ ശബരിമല കയറിയ കനകദുർഗയ്ക്ക് തിരികെ വീട്ടിൽ കയറിപ്പറ്റാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. മലപ്പുറം അങ്ങാടിപ്പുറത്തെ വീട്ടിൽ കയറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കനകദുർഗയുടെ അപേക്ഷ പരിഗണിക്കുന്നത് കോടതി ഈ മാസം 28 കഴിഞ്ഞ ദിവസം മാറ്റിയിരുന്നു. തിരൂർ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. നേരത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ഡിസ്ചാർജായി എത്തിയ കനകദുർഗയെ സർക്കാർ ആശ്രയ മന്ദിരത്തിലേക്ക് മാറ്റുകയും ആശ്രയ കേന്ദ്രത്തിന് സുരക്ഷ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഭർത്താവിനെയും സഹോദരനെയും വിളിപ്പിച്ച പോലീസ് ഒത്തുതീർപ്പിന് ശ്രമിച്ചെങ്കിലും അത് ഫലം കാണാത്തതിനെ തുടർന്നാണ് കനകദുർഗയെ ആശ്രയ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. ശബരിമലയിൽ പ്രവേശിച്ച അങ്ങാടിപ്പുറം സ്വദേശിനി കനകദുർഗ ഇപ്പോഴും സർക്കാർ അഭയകേന്ദ്രത്തിൽ തന്നെയാണ്. ഭർത്താവിന്റെ വീട്ടിൽ കയറാൻ സാഹചര്യം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ തീരുമാനമാകാത്തതിനെ തുടർന്നാണ് കനകദുർഗ ഇപ്പോഴും അഗതി മന്ദിരത്തിൽ കഴിയേണ്ടി വരുന്നത്. ഭർത്തൃ വീട്ടിൽ കയറാൻ അനുവദിക്കണം, കുട്ടിയെ കൂടെ വിടണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കനകദുർഗ ഹർജി നൽകിയത്. പെരിന്തൽമണ്ണ കോടതിയിൽ നൽകിയ ഹർജി കഴിഞ്ഞ ദിവസം പുലാമന്തോൾ ഗ്രാമ ന്യായാലയത്തിന്റെ പരിഗണനയ്ക്ക് വിട്ടിരുന്നു. അവിടെ ജഡ്ജി ഇല്ലാത്തതിനാൽ ചുമതലയുള്ള തിരൂർ കോടതിയിൽ കേസ് പരിഗണിക്കുമെന്ന് കരുതി. എന്നാൽ കേസ് പരിഗണനയ്ക്ക് വന്നില്ലെന്നാണ് കനകദുർഗയുടെ ബന്ധുക്കൾ നൽകുന്ന വിവരം. ഭർത്താവും കുടുംബാംഗങ്ങളും വീട്ടിൽ കയറ്റില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതാണ് കേസിനും മറ്റും കാരണമാകുന്നത്. കനകദുർഗ പെരിന്തൽമണ്ണ അഭയകേന്ദ്രത്തിൽ തുടരുകയാണ്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് കനകദുർഗയെ പോലീസ് പെരിന്തൽമണ്ണയിലെ 1 സ്റ്റോപ്പ് സെന്ററിലേക്ക് മാറ്റിയത്. അങ്ങാടിപ്പുറത്തെ വീട്ടിൽ കയറ്റാൻ ഭർത്താവ് കൃഷ്ണനുണ്ണി തയ്യാറാകാത്തതിനെ തുടർന്നായിരുന്നു പോലീസ് നടപടി. കോടതി നിർദ്ദേശിച്ചാൽ കനകദുർഗയെ വീട്ടിൽ പ്രവേശിപ്പിക്കാനാണ് പോലീസ് തീരുമാനം. കൃഷ്ണനുണ്ണിയും കുട്ടികളും കൃഷ്ണനുണ്ണിയുടെ അമ്മ സുമതിയും അങ്ങാടിപ്പുറത്തെ വീട്ടിൽ നിന്നും താമസം മാറ്റി. കനകദുർഗയെ വീട്ടിൽ പ്രവേശിപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചാൽ നിയമപരമായി നേരിടാനാണ് ഇരുവരുടെയും തീരുമാനം. കനകദുർഗ സുമതിയമ്മയെ ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്ന പരാതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അമ്മയെ സംരക്ഷിക്കാൻ മറ്റാരുമില്ലെന്നും ഈ സാഹചര്യത്തിൽ കനകദുർഗയെ ഒപ്പം താമസിപ്പിക്കാൻ സാധിക്കില്ലെന്നുമാണ് കൃഷ്ണനുണ്ണിയുടെ നിലപാട്. ഭർത്തൃമാതാവിൽ നിന്ന് മർദ്ദനമേറ്റതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു കനകദുർഗ. ചൊവ്വാഴ്ച തിരികെ വീട്ടിലെത്തിയപ്പോൾ ഭർത്തൃകുടുംബം ഇവരെ പുറത്താക്കിയതെന്നാണ് ആരോപണം. കനത്ത പോലീസ് സുരക്ഷയിൽ സഖി 1 സ്റ്റോപ്പ് സെന്ററിലാണ് കനകദുർഗ ഇപ്പോൾ കഴിയുന്നത്. ശബരിമല ദർശനം നടത്തി കഴിഞ്ഞയാഴ്ച വീട്ടിലെത്തിയ കനകദുർഗയെ ഭർത്താവിന്റെ അമ്മ പട്ടിക കൊണ്ട് തലക്കടിക്കുകയായിരുന്നുവെന്നായിരുന്നു കനകദുർഗ ഉന്നയിക്കുന്ന പരാതി. എന്നാൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത സുമതിയമ്മ എങ്ങനെ കനകദുർഗയെ ഉപദ്രവിക്കുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മറുനാടൻ TV.